അധ്യാപകർക്ക് അത് എന്താണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് പഠിക്കാനുള്ള സമയം കിട്ടണം. അവരത് അതിനൊരു നല്ലൊരു പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ എന്താണ് അതൊരു അടിമുടി ഒരു മാറ്റം ശരിക്കും വേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മള് സാധാരണ പറയും ഇപ്പോഴത്തെ കുട്ടികള് ഒട്ടും ഭാഗ്യമില്ലാത്ത കുട്ടികളാന്നൊക്കെ പറയും. കാരണം എന്താ, അവരെ പഠിപ്പിക്കുന്നത് അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറില്ലാത്ത നമ്മളാണല്ലോ എന്ന് പറയുന്നത്. അപ്പോ അത് ശരിക്കും നമ്മൾ കുട്ടികളോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. കാരണം പക്ഷെ എത്ര സാധ്യതകളുടെ ഒരു കാലത്ത് അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഴയ മെത്തേഡുകൾ, ഇപ്പോഴും പഴയ മെത്തേഡ് തന്നെ യൂസ് ചെയ്യും. കാരണം ആളുകൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒരു മടി ഉണ്ടാവും. കാരണം അങ്ങനെയാണല്ലോ, അങ്ങനെ ശീലങ്ങളിലൂടെ അങ്ങനെ കടന്നു പോകാൻ എന്താണ് മൊത്തത്തിൽ ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്യലെന്നൊന്നും പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല. മാറാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പാടുള്ള കാര്യമാണ്. കുറച്ച് ഇതാണ് ഇങ്ങനെ അങ്ങനെ പോകാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ഈ മേഖലയിൽ കൃത്യമായിട്ടൊരു പഠനം നടക്കണം, റിസർച്ച് നടക്കണം. കാരണം അത് നമ്മുടെ കുട്ടികൾ, കാരണം അത്രയും പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളാണ്. അവർക്ക് ഒരുപാട് കാര്യം വളരെ പെട്ടെന്ന് തന്നെ, കാരണം പഴയ മെത്തേഡ്, കാരണം ഇപ്പൊ നമ്മൾ നോക്കാം എല്ലാ കുട്ടികളെയും പേഴ്സണലൈസ്ഡ് ലേണിങ്ങിന്റെ കാര്യമാണ് ഒരു കാലമാണല്ലോ. പക്ഷെ ഇപ്പോഴും എല്ലാ കുട്ടികളും ഒരേ രീതിയിൽ കണ്ടിട്ടാണ് അവരെ ചെയ്യാന്നുള്ളത്. അപ്പൊ അതില് കൃത്യമായ റിസർച്ച് നടന്ന് കുട്ടികൾക്ക് പറ്റിയ രീതിയിലുള്ള ഒരു പരിഷ്കരണങ്ങളും കാര്യങ്ങളും വന്നാലും മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ ഈ കപ്പാസിറ്റി കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂ എന്നാണ് അതില് സംഗതി എന്നുള്ളത്. അപ്പോ